വടക്കാഞ്ചേരി മണ്ഡലത്തിലെ വടക്കാഞ്ചേരി നഗരസഭയിൽ ഊട്ടുപാറ ജില്ലാ ആശുപത്രി തലപ്പള്ളി താലൂക്കിലെ പ്രധാനപ്പെട്ട ഒരു ആതുരാലയമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ ആശുപത്രിയിൽ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ ആശുപത്രിയിൽ നേരിട്ടെത്തി വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഊർജിതമായിട്ടുണ്ട്. 2022-23 ബഡ്ജറ്റിലെ 2 കോടി രൂപ IP ബ്ലോക്കിന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ബഹുനില കെട്ടിടം IP ബ്ലോക്ക് നിർമ്മാണത്തിന് കൂടുതൽ തുക ആവശ്യമായി വരും. കിഫ്ബിയുടെയോ നബാർഡിൻ്റെയോ മറ്റ് ഫണ്ടുകൾ വകയിരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജില്ലാ ആശുപത്രി എന്ന നിലയിൽ കിടത്തി ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഫിസിക്കൽ മെഡിസിൻ, റേഡിയോ തെറാപ്പി, ഡെർമറ്റോളജി, സൈക്യാട്രി, ഡെന്റൽ എന്നീ വിഭാഗങ്ങൾ പുതുതായി ആരംഭിക്കാൻ നടപടികൾ സ്വീകരിക്കണം. ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന കാഷ്വാലിറ്റി വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ ബിൽഡിങ്ങിൽ ICU സൗകര്യം ഏർപ്പെടുത്തണം. ന്യൂ OPD ബ്ലോക്ക് വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ ബിൽഡിംഗ് പൂർത്തിയാക്കാൻ ആവശ്യമായ തുക MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വകയിരുത്തിയിട്ടുണ്ട്. ഈ കെട്ടിടങ്ങളിൽ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റവും ഫർണിഷിങ്ങും ഉപകരണങ്ങളും സ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കണം. മന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ലക്ഷ്യ ബ്ലോക്ക് നിർമ്മാണം പുനരാരംഭിച്ചെങ്കിലും പൂർത്തിയായിട്ടില്ല. ഈ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഐസൊലേഷൻ വാർഡ് പൂർണ്ണതോതിൽ പ്രവർത്തിപ്പിക്കണം. ഓക്സിജൻ പ്ലാന്റ് രോഗികളുടെ കിടക്കകളിലേക്ക് ഓക്സിജൻ എത്തിക്കാൻ കഴിയും വിധം പൂർണ്ണമായി സജ്ജമാക്കണം. ഇക്കാലത്ത് തന്നെ ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഷിഫ്റ്റുകൾ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം. DAIC, ഐസൊലേഷൻ വാർഡ് എന്നിവയുമായി ബന്ധപ്പെടുത്തുന്ന ആശുപത്രിക്കകത്തെ പാസേജ് യാഥാർത്ഥ്യമാക്കണം. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനവും സമഗ്ര വികസനവും സാധ്യമാക്കണമെന്നാണ് ഈ സബ്മിഷൻ വഴി ആവശ്യം. ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശുവികസന മന്ത്രി. സർ, സാധാരണ നമ്മുടെ ഔദ്യോഗിക മീറ്റിങ്ങുകളിൽ നമുക്ക് മുൻപാകെ വാക്കുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അവതരിപ്പിക്കപ്പെടുന്ന ആശുപത്രികളും അവയുടെ പ്രശ്നങ്ങളിലുമുള്ള പരിഹാരം അങ്ങനെ സാധ്യമാക്കുന്നതിനേക്കാൾ വളരെ ഫലപ്രദമാണ് നേരിട്ടൊരു ആശുപത്രി അതിന്റെ സമഗ്രതയിലും അവിടുത്തെ ജനങ്ങളുടെയും പരിസരത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാരം എന്നുള്ളത് നേരിട്ട് ബോധ്യമായിട്ടുള്ളൊരു അനുഭവമാണ് സർ. സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളിലുള്ള സന്ദർശനം. ബഹുമാന്യനായ MLAയും എന്നോടൊപ്പം വടക്കാഞ്ചേരി താലൂക്ക് ജില്ലാ ആശുപത്രിയുടെ സന്ദർശന വേളയിൽ ഒപ്പം ഉണ്ടായിരുന്നു. ദീർഘനാളുകളായി അവിടെ മുടങ്ങിക്കിടന്ന ഒട്ടേറെ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ കഴിഞ്ഞു. വളരെ നല്ല നിലയിൽ, അതായത് ലേബർ റൂമിനെ ലക്ഷ്യ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള 2,29,00,000 രൂപയുടെ നിർമ്മാണ പ്രവൃത്തി കോസ്ഫോർഡാണത് നിർമ്മിക്കുന്നത്. അത് മുടങ്ങിയിരിക്കുകയായിരുന്നു. MLA അത് ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് പുനരാരംഭിക്കുന്നതിന് കഴിഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 80% പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഫ്ലോറിംഗും അതോടൊപ്പം ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ലേബർ റൂമും OTയും ഓപ്പറേഷൻ തിയേറ്ററിന്റെയും നിർമ്മാണ ക്രമീകരണങ്ങൾ കൂടി നടത്തിയാൽ മതിയാകും. സർ, OP ബിൽഡിംഗ് ട്രാൻസ്ഫർമേഷൻ 1,52,00,000 രൂപയ്ക്കാണ് അതിന് ഭരണാനുമതി നൽകിയത്. 80% പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ സർ, കാഷ്വാലിറ്റി എക്സ്റ്റൻഷൻ, വെർട്ടിക്കൽ എക്സ്റ്റൻഷൻ 8,35,00,000 രൂപയ്ക്കാണ് ഇതിന് ഭരണാനുമതി നൽകിയത്. 73% നിർമ്മാണ പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പുറവശവും ഉൾവശവും 2 നിലകളുടെയും പ്ലാസ്റ്ററിംഗ് പൂർത്തിയായിട്ടുണ്ട്. ICU സംവിധാനം ഉൾപ്പെടെ ഇവിടെ ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പരിഗണനയിലാണ്. അത് സാധ്യമാക്കും. അതും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാകും. സർ, ബഹുമാനപ്പെട്ട MLA ഇവിടെ സൂചിപ്പിച്ച ഫയർ ആൻഡ് സേഫ്റ്റി വർക്കിനെ സംബന്ധിച്ച് 2024-25 സാമ്പത്തിക വർഷത്തെ NHM ROP പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഏർപ്പെടുന്നതിന് 70 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ആയതിന്റെ പ്രാരംഭ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. സർ, ഇവിടെ ഒരു ഐസൊലേഷൻ വാർഡ് പൂർത്തിയാക്കിയിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തിരുന്നു. അവിടേക്ക് ഇലക്ട്രിക്കൽ കണക്ഷൻ അതും സാധ്യമാക്കിയിട്ടുണ്ട്. വാട്ടർ കണക്ഷൻ അത് പൂർത്തിയാക്കിയാണ്, അത് പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. സർ, ഈ ആശുപത്രിയിൽ ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്ററും അതോടൊപ്പം നിർമ്മാണം പൂർത്തിയ ഐസൊലേഷൻ വാർഡും ആശുപത്രിയിൽ നിന്ന് ഏതാണ്ട് 500 മീറ്ററോളം അകലെയാണ് ഉള്ളത്. അപ്പോൾ ഇത് മൂലമുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുമാനായിട്ടുള്ള MLA ഇവിടെ സൂചിപ്പിച്ച പാസേജ് ആ ആവശ്യം നിലനിൽക്കുന്നത്. സർ, അത് നിർമ്മിക്കുന്ന കാര്യം പരിശോധിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ ഓക്സിജൻ പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ടെങ്കിലും കമ്മീഷൻ ചെയ്തിട്ടില്ല. ചില അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് KMCL-നോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ത്വരിതഗതിയിൽ പൂർത്തിയാക്കി ഓക്സിജൻ പ്ലാന്റിന്റെ നിർമ്മാണം വൈകാതെ തന്നെ ആരംഭിക്കാൻ കഴിയുന്നതാണ്. സർ, തസ്തികകൾ സംബന്ധിച്ച കാര്യം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ പറഞ്ഞു. അപ്പോൾ ഈ ആശുപത്രിയെ സംബന്ധിച്ച് ആർദ്രം സ്റ്റാൻഡർഡൈസേഷൻ പ്രകാരമുള്ള ഗ്യാപ്പ് അനാലിസിസ് നടത്തി ഈ പറഞ്ഞിട്ടുള്ള തസ്തികകൾ കൂടി, അതായത് ഡിപ്പാർട്ട്മെന്റ്സ് കൂടി അവിടെ അനുവദിക്കാമോ എന്നുള്ളത് തീർച്ചയായും അത് സർക്കാർ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം IP ബ്ലോക്കിന്റെ കാര്യമാണ് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചിട്ടുള്ളത്.
20% ഈ ബജറ്റിൽ അതിനു വേണ്ടിയിട്ട് ഭരണാനുമതി നൽകിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിലവിൽ അവിടെ ഉള്ളത് 117 അംഗീകൃത കിടക്കകളാണ്. 98 പേർക്ക് കിടത്തി ചികിത്സാ സൗകര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 1500ഓളം OP ആണ് സർ ഒരു ദിവസം അവിടെ ഉള്ളത്. തീർച്ചയായിട്ടും അക്കാര്യം ഡയറക്ടറേറ്റിന്റെ DHSന്റെ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിലേക്ക് വരുമ്പോൾ അതിന്റെ തുടർ നടപടി സ്വീകരിക്കും. ഡയാലിസിസ് യൂണിറ്റിന്റെ കാര്യം ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചു. ഈ മാസം മുതൽ 2 ഷിഫ്റ്റ് അവിടെ തുടങ്ങിയിട്ട് ഇതുവരെ 1 ഷിഫ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിലവിൽ 14 രോഗികൾക്ക് ഈ സേവനം അവിടെ നൽകി വരുന്നുണ്ട് സർ.